ഓം അഗതീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. മേഷ ലഗ്ന ജാതകരെ ലെതർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് ജ്യോതിഷികൾ പറയാറുണ്ട്, പ്രത്യേകിച്ചും പരാശര മെത്തേഡിൽ പഠിച്ചിട്ടുള്ളവർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് നമുക്കിന്ന് അനലൈസ് ചെയ്ത് നോക്കാം. മേഷലഗ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതാണ് മേഷലഗ്നം. അധിപൻ ചൊവ്വയാണ്. അപ്പൊ മേഷ ലഗ്ന ജാതകര് ഇത് മേഷലഗ്നം കേട്ടോ. മേഷ വൃഷഭം, അത് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, അങ്ങനെ പോകും. അപ്പൊ മേഷലഗ്ന ജാതകര് ലെതർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കാനാണ് പറയുന്നത്. പലരും വാച്ച് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. വാച്ചിന് പല ടൈപ്പ് ഓഫ് സ്ട്രാപ്സ് ഉണ്ട്. ചിലത് ബ്രേസ്ലെറ്റ് ആയിരിക്കും, ചിലത് സ്ട്രാപ്സ് ആയിരിക്കും. അപ്പോൾ വാച്ചിന്റെ സ്ട്രാപ്സ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ലെതർ മാറ്റി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എടുത്തു പറയാം. ബെൽറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ബെൽറ്റും പല മെറ്റീരിയൽ കിട്ടും, ലെതർ കിട്ടും, സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയലുകളൊക്കെ കിട്ടും. അപ്പൊ ഇത് മേഷലഗ്ന ജാതകരെ ഉപയോഗിക്കുന്നത് ചേഞ്ച് ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത്, പ്രാക്ടിക്കൽ അസ്ട്രോളജിക്കലി. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ലെതർ എന്ന് പറഞ്ഞാൽ ലെതർ ഉൽപ്പന്നങ്ങൾ, ഒരു മൃഗം മരിച്ചതിന് ശേഷം അല്ലെ മൃഗത്തെ കൊന്നിട്ട് തുകലെടുത്തിട്ടാണ് ലെതർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെ? അത് ആ ലെതർ എന്ന് പറഞ്ഞാൽ ശനിയാണ്. ലെതർ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ശനിയുടെ കാരകത്വമാണ്. ലെതർ എന്ന് പറഞ്ഞാൽ ശനിയാണ്. അപ്പൊ ശനിയുടെ കാരകത്വം വന്നെന്ന് വെച്ചിട്ട് എന്താ മേഷലഗ്നത്തിന് കുഴപ്പം? നിങ്ങൾ ആലോചിക്കും, 10ാം ഭാവം 11ാം ഭാവം അല്ലേ? അപ്പൊ ഇത് ഡീപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് അറിയണമെങ്കിൽ ശനി ജാതകത്തില് എവിടെ നിൽക്കുന്നു, ഏതൊക്കെ ഗ്രഹങ്ങളുമായിട്ട് വർഗത്തിൽ നിൽക്കുന്നു, ശനി ഏതിന്റെ വർഗത്തിൽ നിൽക്കുന്നു, അതായത് ശനിക്ക് ഏതൊക്കെ ഗ്രഹങ്ങളുമായിട്ട് ട്രാഫിക് ഉണ്ട്, കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ഭാവം നോക്കണം, ഗ്രഹചേർക്ക നോക്കണം, ഗ്രഹദൃഷ്ടി നോക്കണം, നിൽക്കുന്ന നക്ഷത്രം നോക്കണം. ഇതൊക്കെ നോക്കേണ്ട വരും ഡീപ്പായിട്ട് നോക്കുമ്പോൾ. എങ്കിലും കോമൺ ആയിട്ട് ഉപയോഗിക്കരുതെന്ന് പറയാൻ കാര്യം, 10ാം ഭാവം കർമ്മത്തെ ആക്ടിവേറ്റ് ചെയ്യണ്ടേ, 11ാം ഭാവം വരുമാനത്തെ കൂടുതൽ കൊടുക്കണ്ടെന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ വേറൊരു സാധ്യതയുണ്ട്. ഈ മേഷലഗ്നത്തിന് 11ാം ഭാവം ആയസ്ഥാനം, ആയം എന്ന് പറഞ്ഞാൽ വരവ് ഉണ്ടാക്കുന്ന സ്ഥാനം മാത്രമല്ല, ഇത് ബാധാസ്ഥാനം കൂടിയാണ്. അപ്പൊ കേരളത്തിൽ സാധാരണ രീതിയിൽ നോക്കുന്ന സമയത്ത് ബാധ എടുക്കുന്നത് പ്രശ്നം വെക്കുമ്പോഴാണ്. എന്നാൽ പരാശര മുറയില് ബാധരാശി എടുക്കും. അതെന്താ കാണിക്കണേന്ന് പറഞ്ഞാൽ, ഒരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ പിൻവിളവുകളെ കാണിക്കും. അതിനുശേഷമുള്ള ബാഡ് എഫക്റ്റ്, എഫക്ട്സിനെ കാണിക്കും ബാധരാശിയെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആക്ഷൻ നടന്നതിന് ശേഷം ചിലപ്പോൾ തിരിച്ചടികൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോ ശനിയുടെ കാരകത്വമായിട്ടുള്ള ലെതർ ഉപയോഗിക്കുമ്പോൾ ബാധരാശിയെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് തുല്യമാവും. അപ്പോ ധനഹാനി. ഇത് 10ഉം 11ഉം ഭാവം ആയതുകൊണ്ട് ധനം വരവിനെ കുറയ്ക്കും. 10ാം ഭാവത്തെ ഇതായതുകൊണ്ട്, 10ാം ഭാവത്തിന്റെ അധിപനായതുകൊണ്ട് 10ാം ഭാവത്തെ കാരകത്വമായിട്ടുള്ള തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെയുള്ള സാധ്യത കൂടും. അപ്പൊ അതിനെ ഒഴിവാക്കുക. അപ്പൊ നിങ്ങൾ ഈ വാച്ചിന്റെ സ്ട്രാപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കുന്നത് നല്ലതാണ്. ഇപ്പൊ നോക്കിയേ, വാച്ച് പലതും ഉണ്ടല്ലോ. ഇത് ഇങ്ങനെയൊക്കെയുള്ള വാച്ചുകളൊക്കെ ആണെങ്കിൽ ഇതായിരിക്കും, ഇതില് ബ്രേസ്ലെറ്റ് ആണ്. ഇനി പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട്, പ്ലാസ്റ്റിക് മെത്തേഡ്, പ്ലാസ്റ്റിക് ഇപ്പോൾ ഉള്ളത്. ഇനി G-Shock ഉള്ള വാച്ചിന് റെസിൻ കാണാൻ പറ്റും. ഇത് അല്പം കൂടി പ്ലാസ്റ്റിക് ആണ്. ഈ സ്മാർട്ട് വാച്ചൊക്കെ ഈ സ്ട്രാപ്പ് കണ്ട, ഇത് ലെതറാണ്. ഇത് ഉരി വെച്ചേക്കിപ്പ. ഇത് വേറൊരു വാച്ചിന്റെയാണ്, ഒരു ഓട്ടോമാറ്റിക് വാച്ചിന്റെ. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ലെതർ ഉപയോഗിക്കരുതെന്ന് മേഷലഗ്നക്കാരെ അറിഞ്ഞിരിക്കേണ്ടത്, ലെതർ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 11ാം ഭാവത്തെ ആക്ടിവേറ്റ് ചെയ്യുമെന്ന്. കാര്യം നമ്മുടെ ബോഡി ടച്ച് ചെയ്ത് കിടക്കുമ്പോൾ ആ ഗ്രഹത്തെ ആക്ടിവേറ്റ് ചെയ്യും എന്നാണ്. ആ കോസ്മിക് എനർജി ആണല്ലോ ഗ്രഹം എന്ന് പറയുന്നത്. അതിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട്
അതിനെ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ബാധാസ്ഥാനം ആക്ടിവേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യണ പ്രവൃത്തിയെ ചിലപ്പോൾ ഉടായ്പ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ പിന്നീട് ധനനഷ്ടമോ തൊഴിലിടത്തിൽ പ്രശ്നമൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണിക്കുകയാണ്. എന്നാൽ ഇത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ധരിച്ചാലും ചിലപ്പോൾ കുഴപ്പമില്ലാന്ന് പറയാം. അതായത് ചിലവര് പറയാറില്ലേ, വീട്ടിലെ അപ്പൂപ്പനെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് അറിയാം. അതായത് ഇത് അറിയാവുന്ന ആൾക്ക് ഇങ്ങനെയൊക്കെ വരാൻ കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് നീങ്ങുന്നതുകൊണ്ട് ചിലപ്പോൾ കുഴപ്പം വന്നില്ല എന്നിരിക്കും. അസ്ട്രോളജേഴ്സ് ഒക്കെ ചില റിസ്കി സിറ്റുവേഷനിലും ചിലപ്പോൾ അവര് അതിന്റെ പിൻവിളവുകളൊക്കെ നോക്കി എങ്ങനെയൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ നോക്കിയിട്ട് അവർ ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നിരിക്കും. ചുരുക്കി പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നർത്ഥം. ദോഷം ഉണ്ടാവാൻ സാധ്യത ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് എന്തായാലും കോസ്മിക് എനർജി അഫക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഈ ശനി നിൽക്കുന്ന രാശി ഏതാണ് എന്നും കൂടി നോക്കിയിട്ട് വേണം ഇത് പറയാൻ. എങ്കിലും മേഷലഗ്നക്കാര് പരാശര മുറ പഠിച്ചവരാണെങ്കിൽ കോമൺ ആയിട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാറുള്ള കാര്യം, മേഷലഗ്നത്തിന് ശനി ബാധയാണ്, ബാധാസ്ഥാനമാണ്. ബാധാസ്ഥാനത്തെ ആക്ടിവേറ്റ് ചെയ്യാതിരിക്കാൻ മനഃപൂർവ്വം ലെതർ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.